ഒരു വഴിക്കിറങ്ങുമ്പോൾ ഫ്രിഡ്ജിലൊന്നും ബാക്കി വെക്കരുതെന്നാണല്ലോ. അതുകൊണ്ട് അവസാനത്തെ കഷ്ണം മാങ്ങയും തീർത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഹലോ. ക്ലൈമറ്റ് പരമായിട്ട് 2 എക്സ്ട്രീംസിൽ നിൽക്കുന്ന 2 ജില്ലകളിൽ നിന്നാണ് ഞാനും ആനന്ദും. ഞാൻ അത്യാവശ്യം നല്ല തണുപ്പം ഒക്കെയുള്ള വയനാട് നിന്നും, ആനന്ദ് കേരളത്തിലെ തന്നെ ഏറ്റവും ചൂടുള്ള പാലക്കാട് നിന്നുമാണ്. അപ്പോൾ ഈ ട്രിപ്പ് പാലക്കാടേക്കാണ്. അത് കൊച്ചി ടു പാലക്കാടാണ്. ഭയങ്കര മഴയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് എക്സ്ട്രാ പ്രിപ്പയർഡ് ആയിരുന്നു കേട്ടോ. കുറച്ച് നേരത്തെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ യൂഷ്വൽ റൂട്ട് വിട്ട് ആലുവയിൽ നിന്ന് അത്താണി കഴിഞ്ഞ് ലെഫ്റ്റ് എടുത്തിട്ട് ഒരു നൈസ് റൂട്ട് കൂടിയായിരുന്നു പോരുന്നത്. എനിക്ക് റൂട്ടൊന്നും വലിയ നിശ്ചയമില്ല, പക്ഷേ അന്നമനട എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. നല്ല നൈസ് ഒരു റൂട്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ പാസഞ്ചർ പ്രിൻസസ് പ്രിവിലേജൊക്കെ മൊത്തം യൂട്ടിലൈസ് ചെയ്ത് പാട്ടൊക്കെ കേട്ട് വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെ നൈസായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. നമ്മുടെ ഒരു യൂഷ്വൽ ലൈഫിൽ അത്രയ്ക്ക് ആവശ്യം വരുന്ന കാര്യമല്ല. പക്ഷെ എന്നാലും നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രോഡക്റ്റിന് പേരിടുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുക. ആ പ്രോഡക്റ്റ് ഈവൻ കുട്ടിയാവാം, നമ്മളുണ്ടാക്കുന്ന ഒരു സാധനമാവാം. നോക്കിക്കേ, ഷുക്കൂറിൻ്റെ അളിയൻ്റെ കട, നൈസല്ലേ. പിന്നെ ഇത് നോക്ക്, അതോ ലോകം, ഒരു കട്ട അടാർ ഐസ്ക്രീം കട എന്നായിരുന്നു അതിൻ്റെ പേര്. നൈസല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ നൈസ് വഴി, അധികം ട്രാഫിക്കൊന്നും ഇല്ലാത്ത നൈസ് വഴിയില്ലേ, നല്ല ഭംഗിയുള്ള ആ വഴി കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഹൈവേയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇനി ഹൈവേ കടന്നാൽ പിന്നെ അത്ര നൈസ് ചായക്കടയൊന്നും ഉണ്ടാവില്ലല്ലോ. നല്ല വിശക്കുന്നുണ്ടായിരുന്നു എനിക്ക്. സോ ഞങ്ങൾ അടുത്ത് കണ്ട ഒരു ഇന്ത്യൻ കോഫി ഹൗസിൽ നിർത്തി അവിടുത്തെ തനതായ കട്ട്ലറ്റ് കഴിച്ചു. ഞാൻ ചിക്കൻ കട്ട്ലറ്റ് കഴിച്ചു, ആനന്ദ് ബീഫ് കട്ട്ലറ്റ് കഴിച്ചു. പക്ഷേ ആക്ച്വലി അത്രയ്ക്ക് പോരായിരുന്നു കേട്ടോ. പക്ഷേ എന്തായാലും വിശപ്പടങ്ങി. ഒരു ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നൈസ് പാട്ടുകൾ വരിക എന്ന് പറയുന്നത് ഒരു ലക്കൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് ആദ്യമേ കൂട്ടി എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടാവണം. അതാവുമ്പോൾ അതങ്ങ് പ്ലേ ചെയ്തോളുമല്ലോ. പക്ഷെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, അങ്ങനെ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ അത് വേറെ മൂഡിലുള്ള ട്രിപ്പായിരിക്കും, വേറെ ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ആൾക്കാരുടെ കൂടെയുള്ള യാത്രയായിരിക്കും. അപ്പോൾ അത് കമ്പൈൻ ചെയ്യുമ്പോഴും അഗെയിൻ നല്ലൊരു പ്ലേലിസ്റ്റ് ആവില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം FM ഒക്കെ കേട്ടുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ DJ ആയി. അങ്ങനെ എൻ്റെ പ്ലേലിസ്റ്റാണ് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് രസമായിരുന്നു എന്നറിയോ യാത്ര. ഞാൻ പാലക്കാട് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. യെസ് ഗൈസ്, ദിസ് ഇസ് പാലക്കാട്. ആ കോട നോക്കിയേ. I very much hope that YouTube doesn't give me a copyright and block this video. നല്ല രസമില്ലേ പല പാട്ടുകൾ. ഓൾമോസ്റ്റ് ആ യാത്ര ഞാൻ വീണ്ടും പോകുന്ന പോലെ ഉണ്ട്. എന്റെ നൂല് കടിച്ചു പൊട്ടിച്ചു.